ഡോക്ടറോ എന്താ ഇവിടെ? അത് പറയാം. അതിനു മുമ്പ് താനെന്താ ഇവിടെ എന്ന് പറ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഡോക്ടറെ. ഇവിടെ വന്ന് ഈ ശിവലിംഗത്തിന്റെ മുന്നിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അതായിക്കോളൂ. പക്ഷേ കയ്യിലെന്താ? ഈ ശൂല ഇവിടെ സമർപ്പിക്കാന്ന് കരുതി. ഇവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നാഗപ്പ. സമർപ്പണമില്ല. അത് ക്ഷേത്രത്തിൽ. അല്ല, സമർപ്പിക്കാൻ കൊണ്ടുവന്ന ശൂലം ഒന്ന് കാണട്ടെ. കാണിക്കാനല്ലേ പറഞ്ഞത്? ഡോക്ടറെ കൈ പൊള്ളുന്നു. അയ്യോ അയ്യോ. അയ്യോ ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ ഉഗ്രസേന ഘോരയെ പരാജയപ്പെടുത്താൻ, അഹങ്കരിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ അവളെ എത്ര സുരക്ഷിതമായി സംരക്ഷിച്ചാലും നിന്റെ തൃക്കണ്ണിൽ പോലും പെടാതെ ഞാൻ ആ ബാലികയെ എന്റെ ബലിപീഠത്തിൽ എത്തിച്ചിരിക്കും. ഇത് ഉഗ്രസേന അഘോരയുടെ ഉഗ്ര ശബ്ദമാണ്. എന്റെ മൂർത്തികളെ, ദേവശക്തികളെ നേരിടാൻ ഈ ഉഗ്രസേന അഘോരയ്ക്ക് ശക്തി തരൂ. എന്താ അമ്മേ? അമ്മ എന്താ ആലോചിക്കുന്നേ? നിന്റെ കാര്യം തന്നെയാ മനസ്സിലിങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്. ഇവന്റെ കാര്യം ഇനി എന്താ ഇത്ര ആലോചിച്ചു കൂട്ടാനുള്ളത്? അമ്മേ, ശ്യാമിലിയുമായിട്ടുള്ള ബന്ധം ഇനി എന്തായാലും നമ്മൾ മുന്നോട്ട് ആലോചിക്കുന്നില്ല. ആ സ്ഥിതിക്ക് വേറെ ഏതെങ്കിലും നല്ല ബന്ധം ഉടനെ നടത്തണം. വർഷ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏതെങ്കിലും മാട്രിമോണി സൈറ്റില് പേരെങ്ങ് രജിസ്റ്റർ ചെയ്യാം. അല്ല, 2 ദിവസം മുമ്പ് ശ്രീലാമ പറഞ്ഞത് കല്യാണത്തെക്കുറിച്ച് ഇപ്പൊ ഒന്നും ആലോചിക്കുന്നില്ല എന്നല്ലേ? ഇപ്പൊ എന്താ പെട്ടെന്നൊരു മനംമാറ്റം? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഏയ്, അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. പറഞ്ഞു ഇല്ലേ സന്ദീപേ? ആ, അമ്മ എങ്ങനെ പറഞ്ഞു എന്നുള്ള സത്യമാ. അതെന്നെ, 3-4 മാസത്തേക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ടാന്ന് ശ്രീലാമ തന്നെയാ പറഞ്ഞത്. ദേ, ഞങ്ങളൊക്കെ സാക്ഷികളാ. അത് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് അറിയാതെ എങ്ങാനും ഞാൻ പറഞ്ഞു പോയതാവും. എന്തായാലും ഇനി അത്രയൊന്നും വെയിറ്റ് ചെയ്യണ്ട. പറ്റിയൊരു പ്രപ്പോസൽ
നമുക്ക് ഉടനെ ഇവന് വേണ്ടി നോക്കണം. എന്താമ്മേ, അതല്ലേ നല്ലത്? അല്ല, എന്താന്ന് വെച്ചാ അതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. അതിനു മുമ്പ് ഇവന്റെ താല്പര്യം കൂടി അറിയണം.